നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി വാഴിച്ച MA ബേബി പിണറായിയുടെ അന്തകനാകുന്നു. പാർട്ടിയെ തകർത്തത് പിണറായി എന്ന് പോളിറ്റ് ബ്യൂറോ. കേരളത്തിലെ CPM-ന്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണക്കാരൻ പിണറായി വിജയൻ ആണ് എന്ന് CPM പോളിറ്റ് ബ്യൂറോയിൽ. മറ്റ് നേതാക്കൾ മുൻകാലങ്ങളിൽ ആവശ്യപ്പെട്ട തിരുത്തലുകൾക്ക് പിണറായി വിജയൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉണ്ടായ വലിയ തകർച്ച വരില്ലായിരുന്നു എന്നാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പല നേതാക്കളും വിമർശിച്ചത്. കേരളത്തിലെ CPM നേതാക്കൾ പറയുന്നതിനപ്പുറം തകർന്നടിഞ്ഞതായി പാർട്ടി യോഗം വിലയിരുത്തൽ. CPM-ന്റെ കോട്ടയായ കണ്ണൂരിൽ പോലും പാർട്ടിയിൽ തകർച്ചയിലെത്തിയത് പിണറായി അടക്കമുള്ള നേതാക്കളുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നുവരെ വിമർശനമുയർന്നു. കണ്ണൂരിൽ സ്വന്തം നേതാക്കൾ പാർട്ടിയെ കുറ്റപ്പെടുത്തിയപ്പോൾ അത് ശ്രദ്ധിക്കാനോ അവരുമായി ചർച്ച നടത്തുവാനോ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പോലും തയ്യാറാകാതെ വന്നത് പ്രവർത്തകരിൽ രോഷമുണ്ടാക്കി എന്നും അതെല്ലാം പാർട്ടിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി എന്നും പോളിറ്റ് ബ്യൂറോയിൽ അഭിപ്രായമുണ്ടായി. പശ്ചിമ ബംഗാളിൽ 3 പതിറ്റാണ്ടിലധികം തുടർഭരണം നടത്തിയ CPM വട്ടപൂജ്യമായി മാറിയത് ഭരണത്തിലിരുന്ന മുതിർന്ന CPM നേതാവിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളായിരുന്നു എന്നും കേരളത്തിൽ അതേ ശൈലിയാണ് പിണറായി വിജയൻ സ്വീകരിച്ചതെന്നും അതാണ് കേരളം ബംഗാളായി മാറാൻ വഴിയൊരുക്കിയതെന്നും CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ വിമർശനമുണ്ടായി. പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ ഭാവി മുഖ്യമന്ത്രിയാക്കാൻ ശ്രമങ്ങൾ നടത്തിയതും യോഗത്തിൽ പലരും എടുത്തു പറഞ്ഞു. റിയാസിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വലിയ പരിഗണനയാണ് നൽകിയത്. അത് മറ്റു മന്ത്രിമാരിൽ പോലും അതൃപ്തി ഉണ്ടാക്കി എന്നും യോഗത്തിൽ വിമർശനമുണ്ടായി. ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് ചേരാത്ത വിധത്തിൽ 100 കണക്കിന് പോലീസും അകമ്പടി വാഹനങ്ങളും ഒക്കെയായി മുഖ്യമന്ത്രി ചുറ്റിക്കറങ്ങി നടന്നത് ജനങ്ങളിൽ അമമതിപ്പുണ്ടാക്കി എന്നും പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നേതാക്കളെയും ബഹുമാന്യരായ മറ്റുള്ളവരെയും അപമാനിച്ച പ്രസംഗങ്ങളും പിണറായിയെ ജനവിരുദ്ധനാക്കി എന്നും ഇത് തിരിച്ചറിയാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല എന്നും വമ്പൻ തോൽവി വന്നപ്പോഴാണ് പിണറായിക്ക് ബോധോദയം ഉണ്ടായതെന്നും പോളിറ്റ് ബ്യൂറോയിൽ വിമർശനം ഉയർന്നു എന്നും പറയുന്നു. ഇപ്പോൾ ഈ പറയുന്ന എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പിണറായി വിജയന് ഉറങ്ങുവാൻ കഴിയുന്നുണ്ടോ എന്ന് വരെ CPM-ന്റെ ബംഗാൾ നേതാക്കൾ ചോദിച്ചതായും പറയപ്പെടുന്നുണ്ട്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ജനം പുറന്തള്ളിയ പിണറായി വിജയൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ ഒരു പരിഗണനയും പിണറായി വിജയന് ഇനി ലഭിക്കുവാൻ സാധ്യതയില്ല. കേരളത്തിലെ പാർട്ടിയുടെ തകർച്ചയെ CPM പോളിറ്റ് ബ്യൂറോ ഗൗരവമായി കാണുകയാണ്. പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി MA ബേബിയെ ഉയർത്തിക്കാട്ടിയത്. പാർട്ടി കോൺഗ്രസിലാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ MA ബേബി ജയിച്ചു വന്നത്. അതേ ബേബി തന്നെ ഇപ്പോൾ പിണറായിയെ മൂലക്കിരുത്തുവാൻ തീരുമാനിച്ചതായിട്ടാണ് അറിയുന്നത്. മലയാളി കൂടിയായ MA ബേബി CPM ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിന്റെ കാര്യത്തിൽ അടിയന്തര പാർട്ടി പുനഃസംഘടനയ്ക്ക് തീരുമാനങ്ങൾ എടുത്തു എന്നും വാർത്തകൾ പുറത്തു വരികയാണ്. വേണ്ടി വന്നാൽ CPM-ന്റെ ദേശീയ സെക്രട്ടറി പദം രാജിവെച്ച് കേരളത്തിൽ പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കുവാൻ വരെ MA ബേബി തയ്യാറായിരിക്കും എന്ന വാർത്തയും പുറത്തു വരികയാണ്. നന്ദി, നമസ്കാരം.